بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، وبعد. سورة ياسين 29-ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ആ ആയത്ത് ഭാഗികമായി വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാൽ അവിടെ നമ്മൾ തുടങ്ങാം. എന്താണത്? ഒരു ജുസ് തുടങ്ങുന്നത് അല്ലേ? ഒരു ജുസിന് പേരും കൂടി ഒമാ അൻസൽനാന്നല്ലേ? ഓക്കെ. ഈ ജുസ് ആയതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സംഗതി രണ്ട് വിഷയമാണെന്ന് മനസ്സിലാക്കരുത്. ഇത് ആക്ച്വലി നമ്മളിപ്പം പറഞ്ഞു വന്ന കഥയുടെ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ എന്ന് പറഞ്ഞ് അന്താക്കിയയിലെ ജൂതന്മാർക്ക് വന്ന പ്രവാചകന്മാർ അല്ലേ, 3 പ്രവാചകന്മാർ വന്നു. അവരൊക്കെ അവർ കൊലവിളി നടത്തി. അങ്ങനെ അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ആദ്യത്തെ വിഷയം. സൂറത്ത് അൽ മറാഖിൻ്റെ തഫ്സീറിൽ ഇപ്പോൾ സ്ത്രീകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം. അപ്പം ആ കഥ അങ്ങനെ പോകുന്നു. അങ്ങനെ അവസാനം ആ വന്നതായി 3 പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ അല്ലേ? ആ റജുലിൻ്റെ പേരെന്ന് പറഞ്ഞു ഹബീബൻ നജ്ജാർ അല്ലേ? സാഹിബ് യാസീൻ എന്നൊക്കെ അദ്ദേഹത്തെ പറയാറുണ്ട് ചരിത്രത്തിൽ. പിന്നെ ഒരു ദായി ഗുണകാംക്ഷാപരമായി ഈ 3 പ്രവാചകന്മാർ നിങ്ങളോട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആളുകളെ നിങ്ങൾ വധിക്കാനും കൊല്ലാനും എറിഞ്ഞ് ആട്ടാനും ഒക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ ഉദ്ഘോഷിക്കുന്ന ആശയത്തെ ഇദ്ദേഹം വളരെ സരളമായി അവർക്ക് വീണ്ടും അവതരിപ്പിച്ചു. നമ്മൾ പഠിച്ചാലേ അല്ലേ? ഒമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനി അല്ലേ വഇലൈഹി തുർജഊൻ അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ഓർമ്മയില്ലേ? അപ്പോൾ വളരെ സരളമായ രീതിയിൽ എന്നാൽ വളരെ തത്വദീക്ഷമായി ആ ആശയം തൗഹീദ് അവർക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇതൊന്നും അങ്ങോട്ട് കയറുന്നില്ല. തച്ചു ഒന്ന് കളി അല്ലേ? എന്താണ്ടേ അത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഖീല ദുഖൂലിൽ ജന്ന എന്ന് അദ്ദേഹത്തോട് പറയപ്പെട്ടു. അങ്ങനെ മനസ്സിലാക്കിയത് അടിച്ചു കൊന്നാന്ന് ഷഹീദായെന്നാണ് മനസ്സിലായി. കാരണം നേർക്ക് നേരെ സ്വർഗത്തിലേക്ക് ആരാ പോവുക? ഷഹീദാ പോവുക. അപ്പോൾ അദ്ദേഹം പിന്നെയും പറയാണ്, ആ നല്ല മനുഷ്യൻ്റെ നല്ല പ്രബോധകൻ്റെ ഗുണകാംക്ഷാപരമായ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അള്ളാഹു വഴിയാണ്. ബാക്കി എന്തെന്ന് ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഈ എൻ്റെ കൗമ്, എൻ്റെ ജനത, നാട്ടുകാർ, ആളുകൾ, അവർ അള്ളാഹു എനിക്ക് പുറത്തു തന്നതും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ഈ ഒരു അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച പടച്ച തമ്പുരാൻ എൻ്റെ ഈ സിറ്റുവേഷൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഈ സത്യം വിശ്വസിച്ചേനെ എന്ന ഗുണകാംക്ഷ അല്ലേ? അവിടെയാണ് നമ്മളെ സ്റ്റോറി എത്തി നിന്നത്. ആ സ്റ്റോറി പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഇല്യാസിൻ്റെ ചോദ്യം. അവിടെയാണ് ജൂസ് അവസാനിച്ചു. അടുത്ത ജൂസ് തുടങ്ങാം. അപ്പം ജൂസ് തുടങ്ങാൻ തന്നെ വേറൊരു വിഷയത്തിലേക്ക് പോവുക എന്ന അർത്ഥം. വിഷയാധിഷ്ഠിതമായിട്ടല്ല ജൂസിൻ്റെ ക്രമീകരണം. അത് വാചകങ്ങളുടെ എണ്ണം കണക്കാക്കിയിട്ടാണ്. അതാണ് കണ്ടോ മറായി പറഞ്ഞേ 30 ജുസു ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അതിൻ്റെ ആ വാചകങ്ങളുടെ എണ്ണവും വാക്കുകളുടെ പേജിൻ്റെ കണക്കനുസരിച്ചുള്ള ഒരു വിഭജനം മാത്രമാണ്. ഇതൊക്കെ പിന്നീട്
പണ്ഡിതന്മാർ വിഭജിച്ച സംഗതിയാണ്. അത് ഒരു അറിവിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിട്ട്. അത് ലഫ്ളി ആയിട്ടുള്ളതാണ് ആ വിഭജനം. എന്തല്ല, മഅനവിയായിട്ടുള്ളതല്ല. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിഭജനം. അപ്പോൾ കഥ തീർന്നിട്ടില്ല, അതിൻ്റെ ബാക്കി വരുന്നേ ഉള്ളൂ. അള്ളാഹു അതിൻ്റെ പശ്ചാത്തലത്തിൽ ആണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. അത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതുകൂടെ അതിൻ്റെ ഒരു ഫ്ലോന് വേണ്ടി പറയാം. ഞാൻ നോക്കുന്നുണ്ടേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وما أنزلنا على قومه من بعده من جند من السماء وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا يستهزئون. അക്ഷരങ്ങൾ തൊട്ട് തൊട്ട് പറയും, അങ്ങനെ ഒഴുകി പോകാൻ. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. من القرون أنهم من برضو ഖുറൂനി അ നി അ, അല്ലെങ്കിൽ ആണ് വേറൊരു യാ പുതിയ വരുന്നുണ്ട്, ഖുറൂനിയ ആവും. മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. وإن كل لما جميع لدينا محضرون. وإن كل لما جميع لدينا محضرون.
മുഹ്ദറൂൻ ضرون ഇത്തിരി നമ്മൾ ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. നമ്മളെ ചൂടുള്ള എന്തോന്നും ഉണ്ടായിരുന്നു കേട്ടോ, തൊണ്ട പിടിക്കുന്നു. എന്തൊരു ഫ്ലാസ്ക് ഉണ്ട് ഇവിടെ തോന്നുന്നു, ഇല്ല ചൂടുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കണേ, വമാ അൻസൽന, നാം ഇറക്കിയില്ല. അൻസല അൻസൽന, നാം ഇറക്കി. വമാ അൻസൽന, നാം ഇറക്കിയില്ല. അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ. അദ്ദേഹത്തിൻ്റെ എൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഖീല ദുഖൂലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ. അതിൻ്റെ തുടർച്ചയാണ് അല്ലാഹ് പറയാ, വമാ അൻസൽന അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നാം ഇറക്കിയിട്ടില്ല. മിൻ ബഅദിഹി, അദ്ദേഹത്തിൻ്റെ മരണശേഷം, അദ്ദേഹത്തിന് ശേഷം. മിൻ ജുന്ദിൻ, ഒരു സൈന്യം. ജുന്ത് എന്താണ്? ജുന്ത് സൈന്യം. ഓക്കെ, ജുന്തി എന്താ? ജുന്തി പട്ടാളക്കാരൻ. ജുന്തി, ജുന്ത് സൈന്യം. മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെയും നാം ഇറക്കിയിട്ടില്ല. മിനസ്സമായി, ആകാശത്തു നിന്ന്. വമാ കുന്നാ മുൻസിലീൻ, നാം ഇങ്ങനെ ഇറക്കാറുണ്ടായിരുന്നില്ല. ആകാശത്തുനിന്ന് സൈന്യം നാം ഇറക്കാറുണ്ടായിരുന്നുമില്ല. പറയാം, എന്തോ ചോദ്യമുണ്ട്. ജുന്ത് എന്താ? സൈന്യം അല്ലേ, അള്ളാഹുവിൻ്റെ സൈന്യം. അള്ളാഹ് ഇറക്കിയില്ല, പട്ടാളത്തെ ഇറക്കിയില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പം അള്ളാഹിൻ്റെ പട്ടാളം ഏതാ? അള്ളാഹുവിൻ്റെ മാത്രമാണോ? അള്ളാഹുവിൻ്റെ പട്ടാളങ്ങൾ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ജസാക്കല്ലാഹു ഖൈർ. വലില്ലാഹി ജുനൂദ്, ജുന്ദിൻ്റെ പ്ലൂറൽ, ബഹുവചനം. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ സൈന്യങ്ങൾ മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്. സൂറത്തുൽ ഫത്ഹ് നമ്പറിലാടേണ്ട അടിയിൽ. അപ്പോൾ ആകാശഭൂമികൾ നിറയെ അള്ളാഹുവിൻ്റെ സൈന്യമുണ്ട്. അപ്പം ജുന്ദുൻ മിനസ് സമാഇ എന്ന് പറയുന്നത്, ആകാശത്തു നിന്ന് പട്ടാളത്തെ ഇറക്കിയിട്ടില്ല. അള്ളാഹുവിന് ആകാശത്ത് ഇറക്കുന്ന പട്ടാളതാ മലക്കുകളാണ്. ഇവിടെ അങ്ങനെ ഒരു മലക്കുകളൊക്കെ ഇറക്കി, അങ്ങനെ ഒരു സൈന്യത്തെ ഇറക്കി നശിപ്പിക്കാൻ മാത്രമൊന്നും ഇവരില്ല. ഇവർ കുറച്ച് ആൾക്കാർ, ഒരു നാട്ടുകാരാണ്. അവർ പറയുന്ന വാദം അതിന് അള്ളാഹുവിന് അതൊന്നും ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് തെളിയിക്കാൻ പോവാണ്. അടുത്ത കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും. പിന്നെയും പറഞ്ഞു ജുനൂദിനെ കുറിച്ച്, യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിൻ്റെ പട്ടാളങ്ങൾ ആരല്ല എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് അറിയില്ല, നമുക്ക് പറയാം അത് എന്താണ്, മലക്കാണ്, ജിന്നാണ്, മറ്റേ മനുഷ്യരാണ്, പിന്നെ മറ്റു ജീവികളാണ് എന്നൊക്കെ നമുക്ക് എല്ലാ സൈന്യവും അള്ളാഹുവിൻ്റെ. പക്ഷേ നമുക്കത്
കൃത്യമായിട്ട് അറിയുകയില്ല, പറയാനും കഴിയില്ല. അള്ളാഹു അങ്ങനെ എണ്ണി പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അത് ഓർത്ത് നോക്കാം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ റബ്ബിൻ്റെ സൈന്യത്തെക്കുറിച്ച് അവനല്ലാതെ ആരും അറിയുകയില്ല. വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ, മനുഷ്യന്മാർക്ക് ഒരു ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മാത്രമാണ് അള്ളാഹിൻ്റെ സൈന്യം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ആരെല്ലാം എന്താന്ന് നോക്കുമ്പോൾ ആർക്കും ഒരു നിശ്ചയവും ഇല്ല, അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും അവൻ്റെ സൈന്യമായി മാറും എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിയിട്ടില്ല, ഇറക്കേണ്ടതുണ്ടായിട്ടും ഇല്ല. പിന്നെന്താ ഉണ്ടായത്? إن كانت إلا صيحة واحدة فإذا هم خامدون. ഇതാണ് ഇവിടെ ഉണ്ടായത്. അതിന് മുകളിൽ ഒരു കുറിപ്പ് വായിച്ചോ നിങ്ങൾ? അതെന്താ? കിട്ടിയോ? അതെന്താ അറിയോ? വലൈക്കും സലാം. ഇതിന് സുബ്രഹ്മണ്യം പോയി. അപ്പോൾ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ച ജൂതന്മാരോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച ആ ജനവിഭാഗം അള്ളാഹുവിൻ്റെ ശക്തിയുടെ മുമ്പിൽ തികച്ചും നിസ്സാരമായിരുന്നു. അവരെ നേരിടാൻ അള്ളാഹുവിന് ഒരു സൈന്യത്തെ നിയോഗിക്കേണ്ട ആവശ്യവും ഉണ്ടായില്ല. ഒരു ഘോര ശബ്ദത്തോടുകൂടി അവരുടെ കഥ കഴിയും. അതാണ് ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ഒരു ഘോര ശബ്ദം, സൈഹ, അട്ടഹാസമെന്നോ ഭയങ്കര ശബ്ദമെന്നോ വിസ്ഫോടനമോ എന്നൊക്കെ പറയാം. അപ്പം ഈ വിസ്ഫോടനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഒരു അഗ്നിസ്ഫോടനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? ഫഇദാ ഹും ഖാമിദൂൻ. അപ്പോൾ അവരത് എന്താക്കിയിരുന്നു? ഹമദ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടടങ്ങിന്ന, ചാരമായി പോയിന്ന. അപ്പോൾ കെട്ടടങ്ങാൻ എന്ത് വേണം? ആ സൈഹത്ത് ഒരു അഗ്നിഗോളമാവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള തീ തുപ്പുന്ന തരത്തിലുള്ള ഭം പറഞ്ഞ എന്തോ ശബ്ദമാകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുഫസ്സിറുകൾ ആ രൂപത്തിൽ ചിന്തിക്കുന്നു എന്നർത്ഥം. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. സൈഹത്ത് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ആകാശത്തുനിന്ന് മലക്കുകൾ ഇറക്കുന്നതിന് പകരം അതിനൊന്നും മാത്രമേ വരുന്നില്ല. വലിയ വലിയ സമൂഹത്തൊക്കെ നശിപ്പിച്ചത് ഇത്തരം സൈഹത്ത് കൊണ്ടാണ്. ഓക്കെ, ഈ സൈഹത്തിനെ കുറിച്ച് ചെറിയ കുറച്ച് നോട്ട് പറയാം. അവിടെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? فكلا أخذنا بذنبه
فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا ഇങ്ങനെ പോകുന്നു. അപ്പോൾ അള്ളാഹ് ഈ നിഷേധികളായ ആളുകളെ നശിപ്പിക്കാൻ പലതരത്തിലുള്ള സംവിധാനങ്ങളാണ് അള്ളാഹ് ചെയ്തത്. അതിൽപ്പെട്ട ഒന്ന് സൈഹത്ത്, പിന്നെയോ പിന്നെ ഖസ്ഫ്, ഭൂമി വിഴുങ്ങിക്കളയാം അല്ലേ, പിന്നെ മൂക്കിക്കളയാം, മിൻ അഗറഖന, ഇതൊക്കെ ഓരോ ചരിത്ര മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സൈഹത്ത് തന്നെ വലൈക്കും സ്ലാം, നൂഹ് നബി ആരാണ്, ലൂത്ത് നബി, അതുപോലെ തന്നെ സമൂദ്, ഷുഐബ് നബിയുടെ സമൂഹം, ഇതൊക്കെ സൈഹത്താണ്, ഘോര ശബ്ദം കൊണ്ട് ഒന്നായിട്ട് നശിപ്പിച്ച് കളഞ്ഞ സംഗതികളാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി പലതരത്തിലായിട്ട് മുക്കിക്കൊന്നതും അതുപോലെ തന്നെ ഭൂമി പിടിച്ച് വിഴുങ്ങി കളഞ്ഞതും ഭൂമിയിനുള്ളിലാക്കി കളഞ്ഞതും ഒക്കെ മറ്റു തരത്തിലായിട്ട് പോകുന്നു അല്ലേ. പിന്നെ ലൂത്ത് നബിയുടെ സമൂഹം അല്ലേ, അങ്ങനെ തന്നെ അല്ലേ, ജിബ്രീൽ പോയിട്ട് അതിൻ്റെ ചിറകിൽ ആ പ്രദേശങ്ങൾ മുഴുവനും ഒന്നായിട്ട് എന്താണ് അൽ മുഅ്തഫികാത്ത്, ഇതൊക്കെ ആ പ്രദേശങ്ങൾ മുഴുവൻ ഒന്നല്ല കുറേ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ മുഴുവൻ ഒന്നിച്ച് കോരി അടിമേൽ മറിച്ചു കളഞ്ഞു. അവിടെ ഒന്നും ഒരു സൈന്യ രൂപത്തിൽ അള്ളാഹു നശിപ്പിക്കാൻ ഇറക്കിയിട്ടില്ല. അതായത് മലക്കുകൾ നടത്തും, മലക്കുകളെ കൂട്ടമായി ഇറക്കിയ ഒരു സന്ദർഭം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് വേണ്ടിയാണ്. ബദറിൽ വന്നു അല്ലേ, അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, അതും എന്തിനാ ഇപ്പോൾ അൽഫു ജിബ്രീലിന് ധാരാളം ഒന്നായിട്ടും പിടിച്ചു കുലുക്കാൻ പറ്റും അല്ലേ. പക്ഷേ അത് ആ സമൂഹത്തെ എംപവർ ചെയ്തുകൊണ്ട് അവരെ ക്രിയാത്മകമാക്കി നിർത്തിക്കൊണ്ട് പോകാൻ, അല്ലാണ്ട് ആ രീതിയിലല്ല അവിടെ നശിപ്പിച്ചിരിക്കുന്നത്. ഒരു യുദ്ധം എന്നത് ആ പ്രക്രിയ ജയിക്കാൻ വേണ്ടി അവരുടെ ഈ 313 ആളുകളോട് കൂടെ മലക്കുകൾ വന്ന് യുദ്ധം ചെയ്തു. ഒരു സഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ഒരാൾ ശത്രുവിനെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി നിൽക്കുക, അപ്പോൾ എൻ്റെ തലക്കും മുകളിൽ ഒരാൾ വിളിക്കുന്നു, അഖ്ദിം ഹൈസൂം, അഖ്ദിം യാ ഹൈസൂം എന്ന് പറഞ്ഞു. ഇങ്ങനെ കേട്ട് ഞാൻ അത് കേൾക്ക്, എൻ്റെ മുമ്പിൽ ഞാൻ വെട്ടാൻ നോക്കുന്ന ആളിങ്ങനെ പിളർന്ന് 2 കഷ്ണമായിട്ട് നിൽക്കുന്നു. ഇത് പറഞ്ഞു അങ്ങനെ പറയണ്ട, അത് മലക്കുകൾ നമ്മളെ സഹായിക്കുന്ന രൂപമാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ മനുഷ്യന്മാരുടെ എംപവർ ചെയ്തുകൊണ്ട് ആ സമൂഹത്തെ വളർത്തുക എന്ന രീതിയിൽ ആണ് അവിടെ യുദ്ധം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അള്ളാഹ്ക്കിപ്പോൾ ഒരു മലക്കിന് ധാരാളം എറിയുമ്പോൾ മൊത്തം ഇതൊക്കെ തൂഫാനാക്കാം. അതിലിപ്പോൾ സ്വതൂമുകാര ചെയ്തതല്ലേ, ലൂത്ത് നബിൻ്റെ ആൾക്കാർ ചെയ്തതല്ലേ, ഒന്നായിട്ട് ജിബ്രീൽ വന്ന് ഒരു ചെറിയിലും മറിച്ച് ഇട്ടിച്ചു. അപ്പോൾ തായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുരനുഭവം ഉണ്ടായി തിരിച്ചു വരുമ്പോൾ ജിബ്രീൽ വന്ന് ചോദിച്ചില്ലേ, റസൂലുള്ളാഹി ഞാൻ ജബലിൻ്റെ 2 മലക്കുകളെ കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഇതാ ഈ 2 ഇപ്പോൾ തായിഫിന് അപ്പുറം ഇപ്പോൾ ഇത് 2 കൂടെ കൂട്ടി ഒന്നായിട്ട് അങ്ങ് പൊട്ടിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. റസൂൽ എന്താ പറഞ്ഞ്, അവരുടെ സമൂഹം വെറുതെ വിടണം, അവരുടെ സമൂഹത്തിൽ നിന്ന് പിന്നീട് തലമുറയിൽ നിന്ന് ഒരാൾ തൗഹീദിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടം. അത്രയും കാരുണ്യം, സ്നേഹം, ദാവത്തിൻ്റെ മാർഗത്തിൽ ശത്രുത ഇല്ല എന്നുള്ള ഒരു വിഷയം അതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻകാനത്ത് ഇല്ല സൈഹത്തൻ വാഹിദത്ത്, ഇവിടെ അള്ളാൻ്റെ ഇതൊക്കെ അവർ നിസ്സാരമായ നിഷേധികളാണ്. ഇവരൊക്കെ ഒന്നിച്ച് വന്ന് നിഷേധിച്ചാലും അള്ളാഹ്ക്ക് ഒന്നും കുറയാൻ പോകുന്നില്ല. അള്ളാഹ്ക്ക് ഇതിനൊന്നും പട്ടാളത്തെ ഇറക്കിയിട്ട് അവരോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ശബ്ദമേ വേണ്ടതുള്ളൂ. അത് നമ്മൾ മുഖവരി പറഞ്ഞില്ലേ സൂറത്തുൻ നാസിയാത്തിൽ പുനരുത്ഥാനത്തെ നിഷേധിച്ച ആളുകളോട് സൂറത്തുൻ നാസിയാത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലേ
إذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة وإنما هي زجرة واحدة إذا هم بالساهرة. ഇവരിങ്ങനെ നിഷേധിച്ചുകൊണ്ട് ഇവരൊക്കെ നമുക്കൊരു നിസ്സാരമാണ്. ഒരു സജ്റ, ഒരു വിജൃംഭണം മാത്രം മതി. എല്ലാ മനുഷ്യന്മാരും ആദം അവസാനം വരെയുള്ള ആളുകൾ ബഅസ് പുനരുത്ഥാനം ചെയ്യാൻ അള്ളാഹുവിന് ഒരൊറ്റ ശബ്ദമേ കൊണ്ടുള്ളൂ. അപ്പോൾ ഹിദാഹും ബിസ്സാഹിറ, അതാ കിടക്കുന്നു മുകളിലേക്ക് എന്നാണ് പറഞ്ഞത്. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭൂമിയുടെ മുകളിലേക്ക് എല്ലാവരും പുറത്തു. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതാണ് ഇൻകാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാഹും ഖാമിദൂൻ. ഒരൊറ്റ ഇവിടെ ഈ സമൂഹത്തെ സംബന്ധിച്ച് ഈ അന്താക്കിയക്കാരോട് ജൂതന്മാരെ എന്താ ചെയ്ത്? ഒരൊറ്റ ശബ്ദം കൊണ്ട് സകലത്തിനെയും ചാമ്പലായി കളഞ്ഞു നിർത്തും. സകലത്തിനെയും ചാമ്പലാക്കി. ഇവിടെ ഖാമിദൂൻ എന്നുപയോഗിച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആ സൈഹത്തോട് ഉദ്ദേശിച്ച ഒരു ശാലത്തിന്നാർ, ഒരു തീക്കട്ട അല്ലെങ്കിൽ തീയുടെ ജ്വാല അതുപോലെയുള്ളതാണ്. വൽമയ്യിത്തു കർറമാദ്. ഖാമിദൂൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റമാദ് ചാരമായി മാറിയ അവസ്ഥ. ആ ലബീദ് മഹാകവി ഉണ്ടല്ലോ, ലബീദ് പാടിയ ഒരു കവിതയുടെ ശകലം സൂറത്ത് മറായി തഫ്സീർ മറായി കൊടുത്തായി കാണാം. വമൽ മർഉ ഇല്ലാ കശ്ശിഹാബി വളൗഇഹി യഹൂറു റമാദൻ ബഅദ ഇദ് ഹുവ സാതിഉ. അതായത് ഒരാൾ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അതൊരു ഷിഹാബ്, ഒരു തീ അല്ലെങ്കിൽ തീ ജ്വാല പോലെ അതിൻ്റെ പ്രകാശം പോലെ ഇരിക്കും. യഹൂറു റമാദൻ, അതിനെന്താവും? വെണ്ണീരായി മാറും. ബാദ ഇദ് ഹുവ സാതിഉ. ആ ജ്വാല അത് കെട്ടാൽ അത് പിന്നെ എന്താവുക? വെണ്ണീറാവുക. അപ്പം ആളുകൾ ജീവിച്ചിരിക്കുന്നതും മരണത്തെയും താരതമ്യം ചെയ്താണ് അവിടെ. അപ്പോൾ ഇവിടെ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും അത് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിന് വേണ്ടിയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സൈഹത്തൻ വാഹിദത്തൻ ഫഇദാഹും ഖാമിദൂൻ. അവരെന്ത് ചാരമായി പോയിരിക്കുന്നത്. ഒച്ച പറഞ്ഞ് ശാലയായിരിക്കാം, ഒരു തീജ്വാലയായിരിക്കാം ആ ശബ്ദം. അവിടെ തന്നെ ആ ശാല ജീവിച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ജീവനുള്ള മനുഷ്യന്മാരെ അതങ്ങ് ഖാമിദായി ചാരമായി മാറി പോയി എന്നാണ് കവിതയുടെ ഭാഗം. അടുത്ത ആയത്തിൽ യാ ഹസ്റതൻ അലൽ ഇബാദ്, യാ ഹസ്റതൻ അലൽ ഇബാദ് ما يأتيهم من رسول إلا كانوا به يستهزئون. യാ ഹസ്ര, യാ ഹസ്ര എന്ന് പറഞ്ഞാൽ യാ എന്ന് പറഞ്ഞാൽ ഒരു വിളിയല്ല. യാ എന്ന് പറഞ്ഞാൽ ഒരു വിളിയല്ല. അതെന്താണ്? അത് ഒരു ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വരമാണ്. വാ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള പിന്നെ യാ ആണ്. യാ ഹസ്രത്തൻ, എൻ്റെ ദുഃഖമേ എന്ന് ആ ഒരു രീതി നമുക്ക് പറയാം. ഓക്കെ, എൻ്റെ നഷ്ടമേ. ഹസ്ര എന്ന് പറയുന്നത് എന്താണ്? നഷ്ടം, അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന നഷ്ടബോധം, അല്ലെങ്കിൽ ആ രീതിയിലാണ് അർത്ഥം. പിന്നെ ആ ഹസ്ര എന്ന പദം മനസ്സിലാക്കാൻ ഒരു ഹദീസ് കേട്ടോ. ഇവിടെ ഹദീസെ കൂടുതൽ പഠിക്കാമല്ലോ. ഇവിടെ സ്ക്രീനിലുണ്ടത്. ഇഖ്റഊ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യും. ഫഇന്ന അഖ്ദുഹാ ബറക, അഖ്ദഹാ ബറക എന്താണ്?
അത് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ബൗദ്ധ എന്ന് പറഞ്ഞാൽ അത് ബറക്ക. വതർക്കുഹ ഹസ്ര, എന്താണ്? നദാമത്താണ്, ദുഃഖമാണ്, ഖേദമാണ്, നഷ്ടബോധമാണ്. ഓക്കെ. വലാ തസ്തതീഉഹ അൽ ബതല, അത് ഈ സിഹ്റന്മാരെ കുറിച്ച് പറഞ്ഞൊരു വിഷയമാണത്. ബതല ഇവിടെ ഉദ്ദേശിക്കുന്നത് സാഹചര്യങ്ങളാണ്. അത് സാഹചര്യങ്ങൾക്ക് അതുമായിട്ട് കളിക്കാൻ കഴിയില്ല. ഒരാൾ സൂറത്തുൽ ബഖറ അതിൽ പ്രാവീണ്യം നേടിയാൽ, അത് പാരായണം ചെയ്താൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, ഇത്തരം പൈശാചികമായ ബാധ, സിഹ്ർ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള ബാധ ഇതൊന്നും ഏൽക്കാതെ സുരക്ഷിതമാകുമെന്നർത്ഥം. അവർക്ക് മാത്രമാണ് അതിനോട് കളിച്ചാൽ കളിയാത്തുന്നത്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. തർക്കു ഹസന അൻ തറക ഖിറാഅത്തുഹാ വൽ അമലു ബിഹാ ഫിഹാ സബബുൻ ലിന്നദം വൽ ഫവാത്തുൽ ഖൈറി വൽ ബറക. അപ്പോൾ അത് ഓതിയാൽ അതിന് ബർക്കത്തും ഖൈറുണ്ട്, അത് ഒഴിവാക്കിയാൽ നദം ഉണ്ട്, ദുഃഖമുണ്ട്. ഇതൊക്കെ ആ ഒരു ഹസ്ര പറയാൻ വേണ്ടി പറഞ്ഞ ഹദീസിലുള്ള ഹസ്ര. യാ ഹസ്രതൻ അലൽ ഇബാദ്. അപ്പോൾ മനസ്സിലാവും, അടിമകൾ, മനുഷ്യന്മാർക്ക് യാ ഹസ്ര, എന്ത് നഷ്ടമാണ്, ഖേദം, നഷ്ടബോധം. മാ യഅതീഹിം മിർ റസൂലിൻ യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവർക്ക് ഒരു പ്രവാചകൻ വന്നിട്ടില്ല, അല്ലെങ്കിൽ മാ യഅതീഹിം മിർ റസൂലിൻ, ഏത് പ്രവാചകന്മാർ അവർക്ക് വന്നുവോ, ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവരവരെ പരിഹസിക്കാതെ വിട്ടിട്ടില്ല. മാ യഅതീഹിം മിർ റസൂലിൻ, ഏതെല്ലാം പ്രവാചകന്മാർ അല്ലെങ്കിൽ ഏതൊരു പ്രവാചകൻ, ദൂതന്മാർ അവർക്ക് അടുത്തേക്ക് ചൊല്ലുമ്പോഴും അവർ ആ പ്രവാചകന്മാരെ ഒക്കെ അവർ പരിഹസിക്കുകയാണ്. നിഷേധികളായ ആൾക്കാരുടെ പരിപാടി. എല്ലാ പ്രവാചകന്മാരെയും പരിഹസിച്ചായിട്ട് കാണാം. ഇസ്തിഹ്സാ, അത് എല്ലാ പ്രവാചകന്മാരും നേരിട്ടൊരു വിഷയമാണ്. അവരാരാണ്, ഭയങ്കര ഉഷാറാണല്ലോ എന്നൊക്കെ അങ്ങനെയുള്ള പരിഹാസം ഉണ്ടല്ലോ. ഇപ്പം എന്താണ് എന്താ പറഞ്ഞ ബിഹി വലൈക്കും അസ്സലാം യസ്തഹ്സിഊൻ. അപ്പോൾ പ്രവാചകന്മാരാര് വന്നാൽ ഈ പരിഹാസത്തിന് വിധേയമാകാണ് എല്ലാ പ്രവാചകന്മാരുള്ളത്. അത് നൂഹ് നബി മുതൽ അങ്ങനെയാണ്. നൂഹ് നബിയെ അങ്ങനെ ആളുകൾ പരിഹസിച്ച് അല്ലേ, കപ്പലുണ്ടാക്കി, മരുഭൂമിയിൽ കപ്പലുണ്ടാക്കുന്ന മനുഷ്യൻ എന്നാ പരിഹസിച്ചു. മരുഭൂമിയിൽ പാറപ്പുറത്ത് കുന്നിന് മുകളിൽ പിന്നെ മരുഭൂമിയിൽ കപ്പലുണ്ടാക്കാം. അതായത് വെള്ളമൊന്നും യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കപ്പലുണ്ടാക്കുന്ന പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. ആ പ്രതീക്ഷ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതീക്ഷയാണ്. ഈ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിഹാസത്തിന് ഭാഗമാണ്. ഇത് അള്ളാഹു ദൈവികമായ നിർദ്ദേശപ്രകാരം അവർ ഉറപ്പോടുകൂടി ചെയ്യുന്നൊരു പണിയാണ് എന്നുള്ളത് ഇവർക്ക് ബോധ്യപ്പെടില്ല. അവരത് പരിഹസിച്ച് തള്ളാനാണ് നോക്കിയിരിക്കുന്നത്. അപ്പം അതുപോലെ ഷുഐബ് നബി അദ്ദേഹത്തെ പരിഹസിച്ചിരിക്കുന്നത് സലവാത്തുക തഅ്മുറുക പറഞ്ഞാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിസ്കാരവും ഇതൊക്കെ പിന്നെ വല്ല ആ രീതിയിൽ നിസ്കരിക്കുകയും ഒക്കെ ആ രീതിയിൽ ചെയ്യുന്നതിനെ ഇതൊരു മോശമായ ആ രീതിയിൽ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്.
ലൂത്തും അതുപോലെ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കാണുന്നില്ല. അതെ അതെ, അതിന് പ്രവാചകന്മാരല്ല, അത് അഹ്ലുൽ ജന്ന ആളുകളെ അഹ്ലുൻ നാർ പരീക്ഷിക്കുന്നതാണ്. ഇത് പ്രവാചകന്മാർ ഇസ്തിഹ്സാഇൻ്റെ കാര്യമല്ലേ. അപ്പോൾ ആ രീതിയിൽ മയഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഈ ആളുകൾക്ക്, ഈ മനുഷ്യന്മാർക്ക്, ഈ അടിമകൾക്ക് ദുഃഖം, നഷ്ടം, എന്ത് നഷ്ടമാണ്? അവർക്ക് അള്ളാഹു അയച്ച പ്രവാചകന്മാരെ എല്ലാം അവർ പരിഹസിക്കുകയാണ് ചെയ്തത്. പരിഹസിക്കാതെ ഒരു പ്രവാചകനെയും അവർ വിട്ടിട്ടില്ല എന്നർത്ഥം. പരിഹസിക്കുകയും അവരെ കളവാക്കുകയും അവരെ നിഷേധിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അവരിലൂടെ അയച്ചിട്ടുള്ള സന്ദേശം കളവാക്കി, അത് നിഷേധിച്ചു, അവരെ പരിഹസിച്ചു വിട്ടു എന്നർത്ഥം. ചുരുക്കം പറഞ്ഞാൽ മുസ്തഹ്സിഈങ്ങളായ പരിഹാസിക്കുന്ന ആളുകൾ, അതായത് ആത്മാർത്ഥമായി ഉപദേശം നൽകുന്ന, നസീഹത്ത് നൽകുന്ന ആളുകളെ പരിഹസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു രീതിയായിട്ടാണ് നമ്മൾ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു പറയുന്നത്, യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, പരിഹസിച്ച് കളയാന്നുള്ളത്. അപ്പോൾ നന്മ പറയുന്ന പ്രബോധകന്മാരായ ആൾക്കാരെ, അള്ളാഹിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാതക. അതാരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അള്ളാഹിൻ്റെ ഈ നദാമത്ത് ഇവിടെ കാണിക്കുന്നൊരു കാര്യം. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പ്രവാചകന്മാർ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വരെ നന്നാക്കാൻ വേണ്ടി ഗൈഡൻസിന് വേണ്ടി അയച്ച പ്രവാചകന്മാരൊക്കെ അവർ നിഷേധിച്ച് തള്ളുന്നു, പരിഹസിക്കുന്നു, കളയുന്നു. ഞാൻ നോട്ടായി കണ്ടില്ല. ഞാനിങ്ങനെ അങ്ങ് തിരിയാത്ത രീതിയിൽ അറബി ആക്കിയിട്ട് മലയാളമാക്കി വായിച്ചു വെച്ചിരുന്നത് കണ്ടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഇത് കാണാം നമുക്ക് ഇവിടെ. എന്താണ്? യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. നൂഹ് അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞേ അതിൻ്റെ ആയത്തിൻ്റെ ശകലോതാ അവിടെ ഉണ്ട്. വയസ്നഉൽ ഫുൽക വകുല്ലമാ മർറ അലൈഹി മലഉൻ മിൻ ഖൗമിഹി സഖിറൂ മിൻഹു. നൂഹ് നബി കപ്പൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയിലെ പ്രമുഖന്മാർ കടന്നു പോയപ്പോഴൊക്കെ അവരെ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. രണ്ടാമത്തത് മൂസ അലൈഹിസ്സലാം, ഫിറഔൻ പറയുന്നത്, ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. പരിഹാസം. അർത്ഥം കണ്ടല്ലേ? നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ ദൂതൻ ഭ്രാന്തനാണ്. സംഭവം എന്താണെന്ന് കേട്ടോ. ഫിറഔൻ മൂസ അലൈഹി ഇസ്ലാമിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ജനങ്ങളുടെ മുമ്പിൽ അപമാനിക്കാൻ ശ്രമിക്കുക, പരിഹസിക്കുക. അല്ലേ? വേറെയുണ്ട് പറഞ്ഞതായിട്ട്, അത് ഖുർആനിലല്ല. അതായത് മൂസാ നബിക്ക് ഒരു സംസാരത്തിനുള്ള ഒരു ഉണ്ടല്ലോ, എനിക്കെന്താ പറ്റുക, എനിക്ക് സംസാരിക്കാനോട് നേരെ പറ്റാത്തതല്ലേ, വൈകല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്. കാരണം മൂസാ നബി ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വളർന്ന ആളാണല്ലോ, അപ്പോൾ പ്ലസും മൈനസൊക്കെ ഇയാൾക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് എടുത്തു പറഞ്ഞുകൊണ്ട് മൂസാനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂത്ത് നബി എന്താ പറഞ്ഞേ? അഖ്രിജു ആല ലൂത്തിൻ മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ. മുൻജാക്കി പറയാണ്, എന്നിട്ട് പരിഹസിക്കാം. അതായത് അതാണ് കാര്യം, അവർ ശുദ്ധി പാലിക്കുന്ന ആളുകളാണല്ലോ. അവർ നന്നാക്കി പറഞ്ഞതല്ല, ഒന്നാക്കി പറഞ്ഞതാ. ഒരു നിൽക്കാരക്കാരനാണെന്നൊക്കെ നമ്മൾ പറയണേ. ആ രീതിയിൽ
ഇന്നഹും യുനാസുൻ യതതഹറൂൻ. ഇതൊക്കെ ലൂത്ത് നബിനെ ഖുർആനിൽ ഉള്ള പ്രതിപാദ്യമാണ്. അവരുടെ ഖൗമ് അവർ പരിഹസിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിന് സംഭവിച്ചത് എന്താണ്? പിന്നെ മുഹമ്മദ് നബിയെ ഖുറൈശികൾ പരിഹസിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. وإذا رأوك أن يتخذوك يتخذونك إلا هزوا. അവർ നിന്നെ കാണുമ്പോൾ നിന്നെ പരിഹാസ വസ്തുവാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അല്ലാഹു ഇന്നാക ഫൈനാകൽ മുസ്തഹ്സിഈൻ എന്നുകൂടി അള്ളാഹുവിനോടൊപ്പം പറഞ്ഞു. അള്ളാഹു അവരിൽ നിന്നൊക്കെ അള്ളാഹു സംരക്ഷിച്ചോളും, നിന്നെ ഇവർ പരിഹാസം കൊണ്ടൊന്നും എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഡീഫെയിം ചെയ്യുക, പരിഹസിക്കുക, നിസ്സാരനാക്കുക, ഇത് ശത്രുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴി. ഒന്നും നേരെ പറയാനില്ലെങ്കിൽ പിന്നെ കളിയാക്കി കൊഞ്ഞനം കുത്തി അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്ത് ആ രീതിയിലൊക്കെ ആക്കുന്ന അവസ്ഥ അല്ലേ? അവിടെയാണ് മുസ്ലിം നേരത്തെ പറഞ്ഞില്ലേ, ഈ വിശ്വാസികളോട് പറയുന്ന അവസ്ഥ എന്താ ആയത് സുലമി? ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ വഇദാ മറൂ ബിഹിം യതഗാമസൂൻ വഇദാ ഇൻഖലബൂ ഇലാ അഹ്ലിഹിം ഇൻഖലബൂ ഫകിഹീൻ. അല്ലേ? എന്ന് ഈ നിഷേധികളായ ആളുകൾ നല്ല ആളുകൾ നടന്നു പോകുന്നവരും അവരെ ഗോഷ്ഠി കാണിച്ചും ആംഗ്യം കാണിച്ചും ഒക്കെ ദുസ്സൂചനകൾ നൽകി പ്രവേശിക്കും. പക്ഷേ അള്ളാഹ് അന്നേരം തന്നെ എടുത്തു പറയുകയാണ്, ഒരു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലേ, അതിൻ്റെ വാക്യം എന്തായത്? അത് കിട്ടിയ അവിടെ ഫിറ്റാവും. ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ. നേരെ തിരിച്ച് ഈ ദിവസം, അത് പണ്ട് ദുനിയാവിൽ നടന്നതല്ല പറയാം. കാനൂ മിനല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളിൽ നിങ്ങൾ ചെയ്തിരുന്ന പണി ഇതായിരുന്നു. അവിശ്വാസികളായ ആൾ അവരെ പരിഹസിക്കുകയും അവരെ കുറേ ഗോഷ്ഠി കാണിച്ച് ആക്കാം. ഫൽയൗമല്ലദീന കഫറൂ ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ. ഇന്നത്തെ ദിവസം വിശ്വാസികളായ ആൾക്കാർ കാഫിറുകളായ ആൾക്കാരിൽ നിന്ന് ചിരിക്കുന്നു, അവർ പരിഹസിക്കുന്നവരായിരിക്കും. ആരെ? ഇവരെ നോക്കിയിട്ട്. എല്ലാം പോയില്ലേ? യാ ഹസ്രത്തൻ അലൽ ഇബാദ് എന്ന് പറഞ്ഞ ആ ഹസ്റും നദാമയും അവർ നോക്കി തിരിച്ചിങ്ങോട്ട് പരിഹസിക്കുന്നതായിരിക്കും. മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായികി യൻദുറൂൻ. അവർ സ്വർഗത്തിൽ നല്ല അലങ്കൃതമായ സോഫകളിൽ ഇരുന്നു കൊണ്ട് ഇവരെ നോക്കുന്നതായിരിക്കും. ഇവരെ അങ്ങോട്ട് തിരിച്ച് ചിരിക്കും. പോയത്തെ കാർ കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ മുമ്പ് പരിഹസിച്ചില്ലേ? ഇപ്പം ആര് ചോദിച്ചു? വലിയ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്താത്മാരും അതിൻ്റെ ബാക്കി അള്ളാഹു പറയാണ്, അവിടെ ക്ലോസ് ആക്കാണ്. ആ കുഫാറുകൾക്ക് അവർ പ്രവർത്തിച്ച പരിഹാസം, അതിന് കൃത്യമായ പ്രതിഫലം സവാബ് കിട്ടിയില്ലേ എന്ന് ചോദ്യത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അതായത് കണ്ടല്ലേ, പരിഹസിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം ഇസ്തിഹ്സാ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണെന്ന് മനസ്സിലാക്കണം. പൊതുവെ ആരെയും അവരുടെ പ്രത്യേകിച്ച് ദീൻ പ്രബോധനം ചെയ്യുന്ന, നന്മ പ്രചരിപ്പിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗൗരവത്തിലാണ് അള്ളാഹു കാണുന്നത് എന്നർത്ഥം. അതാണ് നമുക്ക് ഈ ആയത്തിൻ്റെ ആശയത്തിൽ നമുക്ക് ഒന്ന് വിശാലമായി പോയാൽ കാണാം. യാ ഹസ്രത്തൻ അലൽ ഇബാദ് ما يأتيهم من رسول إلا كانوا به يستهزئون. അടുത്ത ആയത്തിലെ
അടുത്ത ആയത്തിൽ എന്താണ്? അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. അവർ കണ്ടിട്ടില്ലേ? അലം യറൗ, ഇസ്തിഫാം, ഇൻട്രോഗേഷൻ. ലം ഇല്ല, അലം ഇല്ലേ, ഇങ്ങനെയായിരുന്നു. യറൗ അവർ കണ്ടു. അലം യറൗ കം അഹ്ലക്ന എത്രയാണ് നാം നശിപ്പിച്ചത്. ഖബ്ലഹും അവർക്ക് മുമ്പ്. ആർക്ക് മുമ്പ്? ഇപ്പോഴത്തെ സംബോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രബോധിതരാണ് ഇവിടുത്തെ വിഷയം. മക്കത്തെ കുഫാറുകളായ ആൾക്കാർ ഈ പുനരുത്ഥാനത്തിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ തൗഹീദിൻ്റെ സന്ദേശത്തിലും ബഅസിലും ഒന്നും വിശ്വസിക്കാതെ നിഷേധികളായി നടക്കുന്ന അവസ്ഥയിൽ ആണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. അവിടെയാണെന്നത് വദ്രിബ്ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി എന്ന് പറഞ്ഞിട്ട് അവർക്ക് നീ കഥ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കായി പറഞ്ഞു കൊടുക്കുന്നത്? മക്കത്തെ ഖുറാഫികൾക്ക്, കുഫാറുകൾക്ക് അല്ലേ? അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഇസ്ലാമിൻ്റെ ആശയത്തെ, സന്ദേശത്തെ നിഷേധിക്കുന്ന എല്ലാ നിഷേധികൾക്കുമാണ് ഈ മറുപടികൾ നടത്തുന്നത്. അപ്പം ആക്ച്വൽ കോണ്ടെക്സ്റ്റ് മക്കത്തെ അമൂമായിട്ട് പറഞ്ഞാൽ ആരൊക്കെ ഈ വാദം വെച്ചു കൊടുക്കുന്നോ നിഷേധിക്കുന്നുവോ അവർക്കൊക്കെ ഇത് ബാധകമാണ് നടത്തുന്നത്. അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. ഖുറൂൻ കർണ് എന്നർത്ഥം, നൂറ്റാണ്ട് എന്നർത്ഥം, തലമുറ എന്നർത്ഥം. ഓക്കെ, അങ്ങനെ തലമുറകളെ നാം എത്രയാണ് നശിപ്പിച്ചിട്ടുള്ളത്. അലം യറൗ കണ്ടിട്ടില്ലേ? കം അഹ്ലക്ന എത്ര തലമുറകളെ നാം അവർക്ക് മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് എന്നവർ കണ്ടിട്ടില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവരാരും നമ്മിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണോ? അതിന് കൂടെ ഒന്നിച്ചാ വായിക്കട്ടെ. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഇലൈഹിം അവർ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു. അവരാരും ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് അവർ കണ്ടില്ലേ? ആരിലേക്ക്? ഈ അവിശ്വാസികളായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി നിൽക്കുന്ന ആളുകളിലേക്ക്, അല്ലെങ്കിൽ ആ നശിപ്പിച്ച സമൂഹത്തിലേക്ക്, നശിപ്പിച്ച അള്ളാഹു നശിപ്പിച്ച് വിട്ടു പോയല്ലോ, ഈ ലോകത്ത് പോയില്ലേ, അവരൊരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്ന് വേണം അത് പറയാൻ, അല്ലേ സുലൈമി? അതെ. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഐ ലം യഅ്തബിറു ബിമൻ അഹ്ലക അല്ലാഹു ഖബ്ലഹും മിനൽ മുകദ്ദിബീന ലിർറുസുലി കആദ് വസമൂദ് വഅന്നഹും ലാ റജ്അ ലഹും إلى الدنيا كما يعتقد الدهرية جهلا منهم بأنهم يعودون إليها كما كانوا. മനസ്സിലായോ? ഈ സമൂദ്, ആദ് തുടങ്ങിയിട്ടുള്ള അള്ളാഹു മുമ്പ് നശിപ്പിച്ച ആളുകളൊന്നും അവർ തിരിച്ചങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് അവർക്ക് തന്നെ അറിയാലോ. പോയില്ലേ? അത് ഈ ദഹ്രിയാക്കളുടെ ഒരു വാദവും അതിലുണ്ട്. അതായത് ഒമാഹലക്കിന ഇല്ല ദഹർ എന്നറിയലേ. പിന്നെ അത് കാലത്തിൻ്റെ ചില പ്രക്രിയകളുണ്ട് നശിച്ചു പോകുന്ന, അത് ആ രീതിയിലാണ് പറയാം. പിന്നെ അപ്പം ഭരിച്ച് അള്ളാഹു നശിപ്പിച്ച ആളുകളൊന്നും തിരിച്ച് രണ്ടാമത് ഓരോരുത്തർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പോന്നിട്ടുണ്ട്, ആരും അങ്ങോട്ട് പോയിട്ടില്ല, എല്ലാവരും ഇങ്ങ് പോന്നിട്ടുണ്ട്. അടുത്ത പറയുന്നത് വൈങ്കുല്ലുല്ലമ്മ ജമിയുല്ലദീന മുഹ്ദറു എന്ന് പറയുമ്പോൾ
അതിനോട് ബാക്കി മനസ്സിലാക്കും. അപ്പോൾ അലം യറൗ കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർ ദുനിയാവിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഫലം യർജി ഇല ദുനിയാ വലൻ യർജി ഇലൈഹ, മടങ്ങി വരികയുമില്ല. ഫസയുഈദുല്ലാഹുൽ ജമീഅ ഖൽഖൻ ജദീദ. അവരൊക്കെ ഈ നശിപ്പിച്ച ആളുകളൊന്നും തിരിച്ച് അങ്ങോട്ടേതായാലും തിരിച്ചു വരില്ല, ദുനിയാവിലേക്ക് വരില്ല, അവരടുത്ത് അങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. ഇവരൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് പരലോകത്തേക്ക്. അവിടെയാണല്ലോ പുനരുത്ഥാനം നടക്കുന്നത്. അവരൊക്കെ അള്ളാഹു പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും. വയബ്അദുഹും ബഅദ മൗതിഹിം, അവരൊന്നും വിട്ടുപോകാൻ പോകുന്നില്ല. അതെ, ഈ ദഹ്രിയാക്കൾ പറഞ്ഞു അതൊക്കെ നശിച്ച് കലാസ്, പിന്നെ ഓരോന്നുമില്ല എന്ന് രക്ഷപ്പെടാൻ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ട്, ഇങ്ങോട്ട് തിരിച്ചാലും വരില്ല. അലം യറൗ കം അഹ്ലക്ന ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അവർ മനസ്സിലാക്കുന്നില്ലേ ഈ നശിപ്പിച്ച ആളുകളൊന്നും അവരിലേക്ക് അത് തിരിച്ചു വന്നിട്ടില്ല. അതായത് നമ്മളിലേക്ക്, എന്നിലേക്കത്, ഞാനതിനെ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്നവനായിരിക്കും. വഇൻ കുല്ലു ലമ്മാ ജമീഉ ലദൈനാ മുഹ്ദറൂൻ. വഇൻ കുല്ലു ലമ്മാ ജമീഉ ലദൈനാ മുഹ്ദറൂൻ. തീർച്ചയായും അവരെല്ലാവരും ഒന്നൊഴിയാതെ നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതാണ്. വഇൻ കുല്ലുൻ ലമ്മ, എന്താണ് ജമീഉ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും ഒന്നൊഴിയാതെ, ജമീഅ ലദൈനാ മുഹ്ദറൂൻ, നമ്മളിൽ ഹാജരാക്കപ്പെടും, കൊണ്ടുവരപ്പെടും. ആരെ? അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണ്? പുനരുത്ഥാനം. ഇതാണ് മക്കത്തെ മുശ്രിക്കുകൾ നിഷേധിച്ച വിഷയം, പ്രധാനമായി നിഷേധിച്ച വിഷയം. തൗഹീദിൻ്റെ വിഷയം, പിന്നെ ബഅസിൻ്റെ വിഷയം. ഇതൊക്കെ എന്താണ്? ഇൻഹിയ ഹയാത്തുന ദുനിയ നമൂതു വ നഹ്യാ, അല്ലേ? അത് പറഞ്ഞില്ലേ? സൂറത്ത് നാസിയാത്തിലുണ്ട് തൊട്ട് മുമ്പിലായിട്ട്, അല്ലേ? പിന്നെ ഐദാ മിത്ന അല്ല, ഐദാ കുന്ന ഇളാമൻ, മിത്ന വേറെ ആയതല്ലേ? ഐദാ കുന്ന ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അല്ലേ? ഇങ്ങനെ മരിച്ച് മണ്ണായി ദുരിപ്പിച്ച ഈ സൂറത്തിൻ്റെ അവസാനമുണ്ട് ഇത് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവരുടെ ഈ ബാസ് നിഷേധികളുടെ ചോദ്യം, ഒരു നിഷേധി ഒരു മനുഷ്യൻ്റെ പൊടിഞ്ഞ എല്ലായിട്ട് വന്നിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ടിട്ട് പറയും, ആരാണ് ഈ പൊടിഞ്ഞ സാധനത്തിന് രണ്ടാമത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക? വെറുതെ ഇല്ലാത്ത പറയാണ്, വെല്ലുവിളിയാണ്. ആ രീതിയിൽ നിഷേധികളായി തീർന്നു. അപ്പോൾ അതേപോലുള്ള നിസ്സാരവൽക്കരണം. വഇൻ കുല്ലു ലമ്മാ ജമീഉ ലദൈനാ മുഹ്ദറൂൻ, എല്ലാവരും, ജമീഅ മജ്മൂഅ, എല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്നതായിരിക്കും. ജമീഉൽ ഉമമി മാദിഹ വ ഹാദിരിഹ, കഴിഞ്ഞ സമൂഹവും ഇപ്പോൾ പ്രസൻറ്റിലുള്ള സമൂഹവും ഇനി വരാനിരിക്കുന്ന സമൂഹവും എല്ലാം സതുഹ്ദിറു യൗമൽ ഖിയാമത്തി ബൈന യദയില്ലാഹ് ഫയുജാസിഹിം ബിഅമാലിഹിം ഖൈറഹാ വ ശർരിഹാ. ഓല ഖൈറും ഷർറും ഒക്കെ കൃത്യമായി അള്ളാഹുവിങ്കൽ വിചാരണ ചെയ്യപ്പെടുകയും അവർക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെ, ഇവർ പറയുന്ന അങ്ങനെയാണല്ലോ, മരണം കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് തീർന്നു പോകും. ഇവിടെ ഈ ജീവിതം മാത്രമാണ് ഉള്ളത്, ഇവിടെ നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു, ഖലാസ്, വേറെ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല എന്നാണല്ലോ ബാസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് മക്കത്തെ കഫാറുകൾ നിഷേധിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള തുടർച്ചയായിട്ട് ഇപ്പോൾ ഉള്ള ആളുകളും പരലോകം, പുനരുത്ഥാനം, ഇതൊന്നും വിശ്വസിക്കാത്തവരാണ് നിഷേധികളായ ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇത് പറയാണ്, അങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് അള്ളാഹു മനുഷ്യന്മാർക്ക് പഠിച്ചതെങ്കിൽ അത് വളരെ സുഖകരമായ സംഗതിയാണ്. എന്ത് തോന്നിയാൽ ഇവിടെ കളിക്കാം, മരണത്തോടുകൂടി അങ്ങ് അവസാനിക്കുമല്ലോ.
അപ്പോൾ ഇനി ഓരോരുത്തർ തോന്നിയ പോലെല്ലാം കളിക്കാം. ഓരോരുത്തർ വെട്ടിപ്പിടിക്കാനും കയ്യോ കൊള്ളാനും കാര്യം ഉണ്ടാക്കാനും ഒക്കെ എല്ലാം നടക്കും. കാരണം ഇത് മരണത്തോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരാൾ അലീബിൻ അബി താലിബിൽ നിന്നാണ് മറായി റിപ്പോർട്ട് ചെയ്യുന്നത്. അലീബിൻ അബി താലിബിൽ നിന്നാണെന്ന് ഒരു കൊയറി, ചിലരെല്ലാം എന്ന് പറയുന്നു, ഒരു കവിത. വലൗ അന്ന ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ. അതായത് വലൗ അന്ന ഇദാ മിത്ന തുരിക്ന, നമ്മളെ മരണത്തോട് നമ്മളങ്ങ് ഒഴിവാക്കി കളിയാണ് പടച്ചതെങ്കിൽ ലക്കാനൽ മൗത്തു, തീർച്ചയായിട്ടും മരണം എന്നുള്ളത് എല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും റാഹത്താണ്. ഇതോടെ അങ്ങ് അവസാനിച്ചല്ലോ, മരിച്ചു തീർന്നില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ. എന്നാൽ വലാകിന്ന ഇദാ മിത്ന ബുഇസ്ന, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ പുനരുത്ഥാനം ചെയ്യുകയാണ് സംഭവമെങ്കിൽ വനുസ്അലു ബഅദിഹി ഓർ ബഅദി ദാ അൻ കുല്ലി ഷൈഇൻ, എല്ലാ ഓരോ സംഗതികളെക്കുറിച്ചും കൃത്യമായി ചോദിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഖുർആൻ ആയത്തെ വഇൻ കുല്ലൻ ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിച്ച് അള്ളാഹു പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അപ്പം വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, ഒരു ചെറിയ അളവ് വളരെ ചെറിയ നന്മ ചെയ്താലും അതും കൃത്യമായി രേഖപ്പെടുത്തുകയും അതിന് അള്ളാഹുവിങ്കൽ പരലോകത്ത് കാണുകയും ചെയ്യും. തിന്മയാണെങ്കിലും അതുപോലെ തന്നെ കൃത്യമായി കാണുകയും ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജനങ്ങൾ ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. പ്രതിഫലം കൃത്യമായി ഓരോ പ്രവർത്തകനും ആമിലിനും, അതായത് കർമ്മം ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ പ്രതിഫലം ഖൈറാണെങ്കിൽ ഖൈറ്, ഷർറാണെങ്കിൽ ഷർറ്, ഇത് കിട്ടുന്നതായിരിക്കും. ഇതാണ് ആ കവിത കേട്ടോ. ആണെന്നടെ അലി ഇബ്നു അബി താലിബിൽ നിന്നാണെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ പലരും അല്ല എന്ന് പറയുന്നത്. ഏതായാലും നല്ലൊരു കവിതാശകലം ആണ് കവിത. കളയപ്പെടുന്നതായിരുന്നു എങ്കിൽ മരണം എല്ലാ ജീവികൾക്കും ഒരു വിശ്രമമായേനെ. പക്ഷേ നാം മരിച്ച ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അതിനുശേഷം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, ആടായാലും മലയാളത്തിലുള്ള ആടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ആശയം. അടുത്തത് ഞാൻ അങ്ങോട്ട് നമുക്ക് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ചാണ്. എന്തിനാ പറയുന്നത്? എല്ലാവരെയും ഞാൻ കൊണ്ടുപോകും. നമ്മൾ പടന്നു തുടങ്ങിയതാ. നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആതാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാം കൃത്യമായി നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പ്രവർത്തിച്ചതും പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലനങ്ങളും കൂടി, ആസാറുകൾക്ക് കൂടെ നമ്മൾ അന്നേരം വിശദീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രതിഫലം അള്ളാഹു കണക്കൂട്ടിത്തരും. നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും, തിന്മയാണെങ്കിൽ അതിൻ്റെ അത്രയും തിന്മയുടെ പ്രതിഫലവും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് എന്തെന്ന്, മരിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ള നിഷേധികളായ ആളുകൾക്ക് പിന്നെ അള്ളാഹു പറഞ്ഞു അദ്രിബുൽഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി. അങ്ങനെ സ്റ്റോറി വന്നു. സ്റ്റോറി അങ്ങനെ അവർ നല്ല മനുഷ്യനെ, നല്ലത് പറഞ്ഞ ആളെ നശിച്ചു കൊന്നു. ആ പ്രവാചകന്മാർ മൂന്നാളി അവർ വകവരുത്തി. ഇതൊന്നും അള്ളാഹുവിന് ആ സമൂഹത്തെ എന്നിട്ട് എന്താക്കി, ഒരു ഒച്ച കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞു, ചാരമാക്കി മാറ്റി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന് മക്കത്ത് നിഷേധികളായ ആളുകളോട് അവർക്ക്
അവരെ ഓർമ്മിപ്പിക്കാനും അവരെ ട്രിഗർ ചെയ്യാനും വേണ്ടിയിട്ട് ആണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ അടുത്ത അവസാനം പറഞ്ഞ ആയത്ത് പിന്നെ വമാ അൻസൽനാ അലാ ഖൗമിഹി പറഞ്ഞല്ലോ, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ അലം യറൗ അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ വഇൻ കുല്ലുൻ ലമ്മാ ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. കൂട്ടത്തിൽ കാണാതെ പഠിച്ച് പോയാൽ നല്ലതാണ്. ഒരു നല്ല കൃത്യമായ ഒരു പരലോകബോധത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഒക്കെ നല്ല ഒരു ഇൻസ്പിരേഷൻ, ഒരു എന്താ പറയുക, ആന്തരികമായ ഒരു ബോധ്യം അല്ലെങ്കിൽ ബോധം സൃഷ്ടിക്കുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിനു അലാ മൗതാക്കും യാസീൻ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. മരണമാസന്നമായ നിങ്ങളുടെ ആളുകൾക്ക് ഇത് പാരായണം ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യം നമ്മളിപ്പോൾ വിശദീകരണം പഠിക്കാൻ കൂടി ചെയ്തല്ലോ. നമ്മൾ അള്ളാഹു ആയുസ്സ് നിർത്തട്ടെ, മരണത്തിൻ്റെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഈ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഓർമ്മ വരും. അല്ലല്ലോ, മറ്റേസിന് ഓതിട്ട് എന്താ കാര്യം? അയാൾ ചവിട്ടുമെന്ന് പറഞ്ഞപ്പോഴാ MP ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ ഡീൽ തന്നെ. ഈ ഖുർആൻ പിന്നെ ജീവിച്ച് വരുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് എന്നും കൂടി മരിച്ചവൻ്റെ മുഖത്താണ് ഓതുന്നത്. ഇത് MP പണ്ട് പ്രസംഗത്തിൽ പറയാനുണ്ട്, ആ മരിച്ചവനെങ്ങാനിത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഖബറൊന്ന് എണ്ണീച്ച് ചവിട്ടുമെന്ന് പറഞ്ഞു. കാരണം ഇനി ഇത് നേരത്തെ എനിക്ക് പറഞ്ഞു തരേണ്ടതല്ലേ അല്ലേ? ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ. ويحق القول على الكافرين إن كان حيا ويحق القول على الكافرين എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ലഖിനു മൗതാക്കും യാസീൻ എന്നാണ് ഹദീസ്. ലഖിനു അലാ മൗതാക്കും യാസീൻ എന്നൊക്കെ ഉണ്ട്. അതിന് ചില ആളുകൾ നിങ്ങൾ മരിച്ചവർക്ക് പിന്നെ യാസീൻ ഓതു എന്നൊക്കെ അത് ആ രീതി പറയുന്നുണ്ട്. പക്ഷേ മുഫസ്സിരീങ്ങൾ ശറഹ് പറയുന്ന ആളുകൾ പണ്ഡിതന്മാർ അതിന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അലാ മൗത്താക്ക് എന്ന് പറഞ്ഞാൽ മരണമാസന്നമായർക്കെന്നാണ്, അലൽ മുഹ്തദർ എന്ന ആ അർത്ഥത്തിലാണത് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്നാണ്. അപ്പോൾ അത് ഈ സൂറത്ത് നമ്മൾ ആ ആശയത്തോടു കൂടി ഒന്ന് പഠിക്കുകയും ഈ ബൈഹാർട്ട് കൂടി പഠിച്ചാൽ നമുക്ക് ഓതാനൊക്കെ പറ്റും. സ്വന്തമായിട്ട് തന്നെ വിത്തറിലും മറ്റു കാര്യങ്ങളൊക്കെ ഓതുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇത് കിട്ടും. പരിഭാഷ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ എലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ കൂടുതലൊരു തെളിച്ചം നമുക്ക് തന്നെ സ്വയം ഒരു ഇൻസ്പിറേഷൻ പരലോകത്തെക്കുറിച്ചും അതിന് സന്നദ്ധമാകേണ്ടതെക്കുറിച്ചും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അത്രയാണ് ഇന്നത്തെ വിഷയം. ഇനി അവിടുന്ന് അങ്ങോട്ട് പോകുന്നത് ഈ ബഅസ് എന്നത് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ സംഗതിയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഓരോ ആയത്തുകൾ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ആയത്തുല്ലഹും എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ആയത്തുകൾ കേട്ടില്ലേ? ആയത്തുല്ലഹും 3-4 ഉണ്ട്. ഒന്നാമത്തത് അൽ അർദു, ഭൂമിയാണ്. അർദുൽ മൈത, മരിച്ച ചത്ത തരിശായ ഭൂമിയിൽ നാം എങ്ങനെയാണ് ജീവസുറ്റതാക്കുന്നത് എന്നതിനെക്കുറിച്ച്, ആ രീതിയിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ച് ആണ് ഇനി പറയാൻ പോകുന്ന ഓരോന്നോരോന്നായിട്ട് ദൃഷ്ടാന്തങ്ങൾ നിരത്താൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശകലനം ചെയ്ത് പഠിക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.